ഹായ് അസ്സലാമു അലൈക്കും. നമുക്കിന്ന് അൽഫാം ഉണ്ടാക്കാം. അതും ഗ്രീൻ കളറിലുള്ള നല്ല അടിപൊളി ഗ്രീൻ കളർ മസാലയൊക്കെ ഉള്ള അൽഫാമാണ്. അത് നമ്മൾ പാനിൽ ഉണ്ടാക്കുന്നതും ഫ്രൈ പാനിൽ ഉണ്ടാക്കുന്നതും ഓവനിൽ ഉണ്ടാക്കുന്നതും രണ്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഒരു അൽഫാമാണ് ഗ്രീൻ കളറുള്ള അൽഫാം. അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ പീസസ് ആണ്. ഒരു 12 പീസ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2.5 കിലോ ചിക്കൻ ഉണ്ട് എടുത്തിട്ടുണ്ട്. ഒരു ചിക്കന് ഒരു 6 പീസാക്കിയതാണ്. ഇനി നമുക്ക് നന്നായിട്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് ടിഷ്യൂവിൽ എടുത്തതാണ്. ഈ ഒരു ഡ്രൈ ആയിട്ടുള്ളതാണ്. ഞാൻ ഇപ്പോൾ സ്കിന്നൊക്കെ കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സ്കിന്നോടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് സ്കിന്നുള്ളത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് പരത്തിയെടുക്കണം. അതിൻ്റെ ചിക്കൻ്റെ ഇതൊക്കെ നന്നായിട്ട് സ്മൂത്തായിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ അടിച്ച് ശരിയാക്കണത്. അതുപോലെ 2 സൈഡിൽ അടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഇതുപോലെ ഉള്ളിലേക്ക് സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് ആക്കിയിട്ട് നമുക്കൊന്ന് വരിഞ്ഞു കൊടുക്കണം. നന്നായിട്ട് മസാല പിടിക്കാനാണ്. നമ്മൾ വലിയ പീസസ് ആയതുകൊണ്ട് നന്നായിട്ട് മസാല പിടിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നന്നായിട്ട് ഞാനിതിങ്ങനെ വരിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഉള്ളിലേക്ക് തട്ടണ തരത്തിൽ നന്നായിട്ട് വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ തന്നെ എല്ലാ പീസും ഇതുപോലെ ഒന്ന് വെക്കാം. ഇതിപ്പോൾ ഈ ഒരു പീസ് നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം വേണം നമുക്കൊന്ന് എന്താ പറയുക അടിച്ചിട്ട് ഒന്ന് കീറി കൊടുക്കാൻ, വരിഞ്ഞു കൊടുക്കാൻ. ഇനി നമുക്കിതൊന്ന് വരിഞ്ഞു കൊടുക്കാം. അങ്ങനെ എല്ലാ പീസും ഒരു 12 പീസും ഞാൻ ഇതുപോലെ അടിച്ച് നന്നായിട്ട് വരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് ഒരു മിൽമൻ്റെ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുളി കുറവുള്ള തൈരാണ്. നന്നായിട്ട് ഇറച്ചി സോഫ്റ്റായി കിട്ടാനും ഇറച്ചീൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഈ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് പുളിയും ഉപ്പൊക്കെ നന്നായിട്ട് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് നമ്മൾ ഈ ഒരു തൈരിലിട്ട് വെക്കുന്നത്. ഏകദേശം ഞാനിപ്പോൾ ഒരു മണിക്കൂറോളം ഞാനിപ്പോൾ ഇത് തൈരിലിട്ട് വെച്ചിട്ടുണ്ട്. തൈരൊക്കെ നന്നായിട്ട് പുരട്ടിയിട്ട് നമുക്ക് മൂടി വെക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്കത് നോക്കാം. അതവിടെ ആവുന്ന നേരം കൊണ്ട് നമുക്കിതേ ഒരു ഗ്രീൻ മസാല റെഡിയാക്കി എടുക്കണം. ചട്നി അതിലേക്ക് ഒരു വെല്ലുള്ളിയാണ് എടുത്തിട്ടുള്ളത്, സവാള. അതിലേക്ക് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ്. അതിലേക്ക് ഒരു 3 പച്ചമുളക്, നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ 2.5 കിലോ ചിക്കൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ പുതിനയാണ് വേണ്ടിയത്. അതൊരു കുറച്ച് നമ്മളൊരു എന്താ പറയുക, അത് കുറച്ച് ഒരു സ്പൂണോളം എന്നൊക്കെ പറഞ്ഞ പോലെ കുറച്ച് പുതിന. അതുപോലെ 2 തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചിട്ട് വരാം. ഇപ്പം നന്നായിട്ട് പേസ്റ്റായിട്ട് അടിച്ചിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നന്നായിട്ട് അത് തുടച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് ആ അടിക്കുന്ന ജാറിലേക്ക് തന്നെ പച്ചമുളക് എല്ലതും കൂടി അടിച്ച് ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. 2.5-3 സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ളത് കുരുമുളകാണ്. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 1 സ്പൂണോളം കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണല്ലോ ചിക്കന്. അപ്പോൾ നിങ്ങൾ എത്ര എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവൊന്ന് കുറച്ചാൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് അതേപോലെ തന്നെ ഇതൊക്കെ ഒന്ന് നോക്കണം. ഇപ്പം നന്നായിട്ട് എന്താ പറയുക തൈരൊക്കെ ഇതിൽ പിടിച്ചതുകൊണ്ട് സോഫ്റ്റ് ആയിരിക്കുകയാണ് ഈ ചിക്കന്.
ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു മസാല ഇതിലേക്ക് തേച്ചിട്ട് കുറച്ച് ടൈമും കൂടി വെക്കണം. ഈ മസാല മൊത്തം നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്യാം. അത്യാവശ്യം നന്നായിട്ട് എരിവും ഉപ്പും ഒക്കെ മുന്തി നിൽക്കുന്നുണ്ട് ഈ ഒരു മസാലയിൽ. എന്നിട്ട് വേണം നമുക്ക് ഈ ഒരു ചിക്കനിൽ പിടിപ്പിക്കാനായിട്ട്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാനുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ പാകത്തിനുള്ള എരിവാണ്, ഓവർ എരിവൊന്നും ആക്കിയിട്ടില്ല. നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഇതൊക്കെ ഒന്ന് വിസ്താരത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഞാനിതൊന്ന് ഒരു 6 മണിക്കൂറോ ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യണം. നമുക്ക് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെക്കണം. ഞാനിപ്പോൾ ഇതൊരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നിങ്ങൾ മാക്സിമം ഒരു 6 മണിക്കൂറെങ്കിലും വെക്കുകയാണെങ്കിൽ അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിരിക്കും. മസാല ഒക്കെ നന്നായിട്ട് പിടിക്കണം ചിക്കനിലേക്ക്. എന്നിട്ട് അതിൻ്റെ നന്നായിട്ട് വലിയൊരു പാത്രത്തിനകത്താണ് ഞാൻ വെച്ചിട്ടുള്ളത്, മൂടി വെക്കാൻ പറ്റിയ പാത്രത്തിനകത്ത്. ഇപ്പോൾ ഫ്രിഡ്ജിൽ കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ട് വേണം കയറ്റി വെക്കാനായിട്ട്, ഫ്രീസറിലല്ല. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള മസാലയൊക്കെ അതിൻ്റെ മുകളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇതിൻ്റെ പകുതി ചിക്കനാണ് നിങ്ങൾ എടുക്കണതെന്നുണ്ടെങ്കിൽ, അളവാണെന്നുണ്ടെങ്കിൽ 1.5 കിലോ ഒക്കെ ആണെങ്കിൽ പകുതി ആക്കിയാൽ മതി. ഞാൻ പറഞ്ഞിട്ടുള്ള അളവെല്ലതും. ഫുള്ള് മസാല ഞാൻ വടിച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കൂടുതൽ ടൈം ഇരിക്കുന്നതിനനുസരിച്ച് കൂടുതൽ ടേസ്റ്റാണ് ഈ ഒരു ചിക്കന്. നല്ല മണമാണ്. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇപ്പോൾ തന്നെ. ഇത് നമുക്ക് ഫസ്റ്റ് തന്നെ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് ഈ ഗ്രില്ലിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 2 അടിയിലും മുകളിലും ആയിട്ടാണ് വെക്കണത്. ഞാനിപ്പോൾ ഗ്രില്ലിലായിട്ടാണ് വെക്കുന്നത്. ഗ്രില്ലിഡാണ് ചെയ്യുന്നത്. അതുതന്നെ ഒരു 40 മിനിറ്റോളം ഫസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം നമുക്കതിൽ എന്താ പറയുക സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതും ഈ ഒരു മസാലയും കൂടി മിക്സ്ഡാക്കി തേച്ച് കൊടുക്കണത് ഞാൻ. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 1.5 സ്പൂണോളം ഒലിവ് ഓയിലും പിന്നെ ആ ഒരു മസാലയുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ അതിൽ ബാക്കി വന്ന ആ മസാലയും കൂടി മിക്സ്ഡ് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയാലും കുഴപ്പമില്ല. അതവിടെ വേവുന്നുണ്ട് ഓവനിൽ. ഇപ്പം നമുക്കിത് പാനിൽ വേവിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളകത്ത് ഒലിവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുത്താൽ മതി. അതൊരു 1.5 സ്പൂണോളം എടുക്കുക. നല്ലോണം ചൂടായതിനു ശേഷം നമുക്ക് ഈ ഒരു ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് ഫസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 1 മിനിറ്റോളം. 2 സൈഡ് ഇപ്പോൾ ഓരോരോ മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ ഓരോരോ മിനിറ്റ് വേവിച്ചത്. ഇനി നമുക്ക് കുറച്ചും കൂടി 1 സ്പൂണും കൂടി ഒലിവ് ഓയിൽ വേവിച്ചതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം മൂടി വെച്ചിട്ട്. അപ്പോൾ ചിക്കൻ്റെ ഉള്ളും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അതും അവിടെ വേവുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം. ഓവനിലുള്ള ഈ ഒരു ചിക്കനൊന്ന് മറിച്ചിടാം. അതൊക്കെ നന്നായിട്ടൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതേ പാനിലുള്ള ചിക്കന് 2 സൈഡും ഞാനിപ്പോൾ ഇതേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടിത് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ ചിക്കൻ അൽഫാം
ഇപ്പോൾ നമ്മൾ പാനിലുള്ളത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഓവനിലുള്ളതും കൂടി എങ്ങനെ നോക്കാം. ഓവനിലുള്ളതും റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് രണ്ടിനും ഏകദേശം ഒരേ സമയമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ രണ്ടും നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. പാനിലുള്ള അൽഫാമും അതുപോലെ തന്നെ ഓവനിലുള്ള അൽഫാമും. അപ്പോൾ നിങ്ങൾക്ക് ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പാനിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു വ്യത്യാസം ഇല്ലാതെ തന്നെ നമുക്കിതിൽ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രക്കും രണ്ടും ഒരേ ടേസ്റ്റിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ കളറുള്ള നമ്മളെ ചിക്കൻ അൽഫാം എല്ലാവരും തയ്യാറാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും മറക്കാതെ ഉണ്ടാക്കുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.